തിരുവനന്തപുരം ആമയിഴഞ്ചാൻതോട്ടിലെ രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് കേരളം മുഴുവൻ വാഴ്ത്തുന്ന ഫയർഫോഴ്സിനോട് അഗ്നിരക്ഷാസേനയോട് ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്നത് അവഗണന. ഇവർക്ക് കിട്ടുന്ന അവഗണനയെക്കുറിച്ച് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മറുനാടൻ TV സംപ്രേഷണം ചെയ്തിരുന്നു. ഒരേ വകുപ്പിന് കീഴിൽ തുല്യ യോഗ്യതയും പരീക്ഷയും ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി എത്തുന്ന ഫയർഫോഴ്സിന് കേരള പോലീസിനേക്കാൾ താഴ്ന്ന ശമ്പള സ്കെയിലാണ് ഉള്ളത്. 2012 വരെ ഒരേ ശമ്പള സ്കെയിലായിരുന്നു. തുടർന്നുള്ള ശമ്പള കമ്മീഷൻ പരിഷ്കരണത്തിലാണ് അടിസ്ഥാന ശമ്പളത്തിൽ പോലീസിനേക്കാൾ 3200 രൂപ അഗ്നിരക്ഷാസേനയ്ക്ക് കുറഞ്ഞത്. പോലീസിന് ജോലിഭാരം കൂടുതലാണ് എന്ന ശമ്പള കമ്മീഷന്റെ കണ്ടെത്തലാണ് ഫയർഫോഴ്സിന് തിരിച്ചടിയായത്. ശമ്പള കമ്മീഷന് മുന്നിൽ ജോലിഭാരം വിശദീകരിക്കാൻ സാധിച്ചില്ല എന്ന് സേനയിൽ തന്നെ ആക്ഷേപമുണ്ട്. അതുപോലെ റിസ്ക്, യൂണിഫോം അലവൻസും പോലീസിനേക്കാൾ ഇവർക്ക് കുറവാണ്. പോലീസിലേതിനേക്കാൾ വേഗത്തിലാണ് ഫയർഫോഴ്സ് ജീവനക്കാരുടെ യൂണിഫോം നശിച്ചു പോകുന്നത്. അതിനാൽ യൂണിഫോമിനായി വർഷം 2 അലവൻസ് നൽകണമെന്നാണ് സേനയുടെ ആവശ്യം. വർഷം 5500 രൂപയാണ് നിലവിലെ യൂണിഫോം അലവൻസ്. അതിനിടെ കേന്ദ്രത്തിൻ്റെ പോലീസ് ക്യാൻറ്റീൻ ഉപഭോക്താക്കളുടെ പുതിയ പട്ടികയിൽ നിന്ന് ഫയർഫോഴ്സിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലാണെങ്കിലും മറ്റിടങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇതോടെ സബ്സിഡി സാധനങ്ങളുടെ ആനുകൂല്യവും ഇല്ലാതായി. ഫയർഫോഴ്സിന് സ്വന്തമായി മാനുവൽ പോലുമില്ല. 1963 നിയമസഭ പാസാക്കിയ ഫയർഫോഴ്സ് ആക്ട് ഇതുവരെ ചട്ടമായി മാറിയിട്ടില്ല. മേധാവികൾ ശുപാർശ നൽകുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് ചട്ടം രൂപീകരിക്കുന്നതിനുള്ള തടസ്സമെന്നാണ് ആക്ഷേപം. അഗ്നിബാധയുടെ കേസുകളിൽ പോലും നോട്ടീസ് നൽകാനോ FIR തയ്യാറാക്കാനോ അധികാരവുമില്ല. സ്കൂബ ഡൈവർമാർക്ക് റിസ്ക് അലവൻസ് കൊടുക്കുന്നത് മാസം വെറും 500 രൂപയാണ്. ഏറ്റവും പ്രയാസമേറിയ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന സ്കൂബ ഡൈവിങ്ങിന് 500 രൂപയാണ് കൊടുക്കുന്നത് എന്നത് നാണക്കേടുമാണ്. ഡൈവിങ്ങിന് പ്രത്യേക ഇൻഷുറൻസ് ഇല്ല. റിസ്ക് അലവൻസ് ആകെ കൊടുക്കുന്നത് 200 രൂപ. കേരളത്തിലെ ഫയർ സ്റ്റേഷനുകൾ 127 എണ്ണം. ജീവനക്കാർ ഏതാണ്ട് 5000-ലധികം. അടിസ്ഥാന ശമ്പളം ഫയർഫോഴ്സിന് 27,900, പോലീസിന് 31,100. ഇതുകൊണ്ട് എങ്ങനെ ഫയർഫോഴ്സ് ജീവനക്കാരൻ മുമ്പോട്ട് പോകും? ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. എവിടെ പോയാലും അത് ജീവൻ പണയം വെച്ചുള്ള ജോലിയാണ് ചെയ്യുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിലാണെങ്കിലും അഗ്നിബാധയിലെ രക്ഷാപ്രവർത്തനത്തിലാണെങ്കിലും ഒക്കെ തന്നെ. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന, ഏത് നിമിഷവും പരിക്കേൽക്കാനും അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ഫയർഫോഴ്സ് ജീവനക്കാരുടെ അവസ്ഥയാണ് ഇത്. പോലീസുകാരെക്കാൾ റിസ്ക്കുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ടും ഇവർക്ക് യാതൊരു പരിഗണനയും ഇല്ല എന്നത് മറ്റൊരു കാര്യം. മാറി മാറി വന്ന ഫയർഫോഴ്സ് മേധാവിമാർ ഈ വിഷയമൊന്നും സർക്കാരിലോ അതുപോലെ തന്നെ കോടതികളിലോ ഒന്നും അവതരിപ്പിച്ചിട്ടുമില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും അക്കാലത്തെ ഫയർഫോഴ്സ് മേധാവി തയ്യാറായതുമില്ല. ഇത്തരത്തിൽ ഫയർഫോഴ്സിനെ വെറുതെ ചവിട്ടിത്തേക്കാനായി ഒരു സേനയായി മാറ്റി ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു അഗ്നിരക്ഷാസേനാ വിഭാഗം പ്രവർത്തിക്കേണ്ടത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ അഗ്നിരക്ഷാസേന എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയിലും എത്രയും പെട്ടെന്ന് കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തി മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരോടാണ് ഇത്തരത്തിൽ ഉള്ള വിവേചനം കാണിക്കുന്നത്, അവഗണന കാണിക്കുന്നത് എന്നത് പരാതിയായി കാലങ്ങളായി ഉന്നയിക്കുന്നു. പക്ഷേ ഒരു പ്രയോജനവുമില്ല. ഈ ആമയിഴഞ്ചാൻതോട്ടിലെ ഈ വിഷയവും അവിടുത്തെ ദുരന്തവും വന്നതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയായതുപോലും. അല്ലെങ്കിൽ ഫയർഫോഴ്സ് എന്ന ഒരു വിഭാഗമുണ്ടെന്നുള്ള കാര്യം പോലും സർക്കാർ ചിലപ്പോൾ മറന്നേക്കാം. അതിനുള്ള സാധ്യതയുമുണ്ട്.